തിരുവനന്തപുരത്തിന്റെ മലയോര മേഖലകളിൽ അതിജാഗ്രത പുലർത്തേണ്ട സമയമാണ്. നദികളിൽ ജലനിരപ്പ് ഉയരുന്നു. ഇപ്പോൾ നിൽക്കുന്നത് അരുവിക്കര ഡാമിന്റെ സമീപമാണ്. അരുവിക്കര ഡാമിന്റെ 4 ഷട്ടറുകളാണ് ഉയർത്തിയിരിക്കുന്നത്. കഴിഞ്ഞ ദിവസമൊന്നും ഇത്രയധികം ജലനിരപ്പ് ഡാമിന്റെ പ്രദേശത്ത് ഉണ്ടായിരുന്നില്ല. വൃഷ്ടിപ്രദേശത്ത് മഴ വർദ്ധിച്ചതും അതോടൊപ്പം തന്നെ ഡാമിലേക്കുള്ള നീരൊഴുക്ക് വർദ്ധിച്ചതുമാണ് ഇത്രയധികം ജലനിരപ്പ് ഉയരാൻ കാരണം. ഈ ഡാമിനോട് ചേർന്ന് ആ കാണുന്നത് പാർക്കാണ്. ആ പാർക്കിന്റെ ആ ഭാഗത്തേക്കൊക്കെ വെള്ളം ഇങ്ങനെ അതിന്റെ കൈവരിയുടെ ഭാഗത്തേക്കൊക്കെ വെള്ളം എത്തുന്ന കാഴ്ചയാണ് കാണുന്നത്. 4 ഷട്ടറുകൾ ഉയർത്തിയിരിക്കുന്നു. ആകെ 200 സെന്റിമീറ്ററാണ് ഷട്ടറുകൾ ഉയർത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ജലനിരപ്പ് ഇങ്ങനെ കൂടിയതും. തൊട്ടപ്പുറത്തെ ഭാഗത്തേക്കൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അത്രയധികം വലിയ കുത്തൊഴുക്കാണ്. കരവനയാറ്റിലും കിള്ളിയാറ്റിലും എല്ലാം പ്രകടമായിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ കരവനയാറിന്റെയും കിള്ളിയാറിന്റെയും തീരത്തുള്ളവർ ജാഗ്രത പാലിക്കണം. നെയ്യാർ ഡാമിന്റെയും പേപ്പാറ ഡാമിന്റെയും എല്ലാം ഷട്ടർ ഉയർത്തിയ നിലയിലാണ്. അതുകൊണ്ട് തന്നെ ആ നദികളുടെ തീരത്തുള്ളവരും ജാഗ്രത പാലിക്കേണ്ട സമയമാണ്. പ്രത്യേകിച്ചും നെയ്യാറിനെ സംബന്ധിച്ചിടത്തോളം അറിയാം, പലയിടത്തും വലിയ കുത്തൊഴുക്ക്, അപകട തുരുത്തായ ഒരു സ്ഥലമാണ് നെയ്യാറ്. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള ജാഗ്രത വേണം. ഒപ്പം സാധാരണഗതിയിൽ പൊന്മുടിയിലേക്കൊക്കെ യാത്ര ചെയ്യുന്നവർ അരുവിക്കര ഡാമിൽ ഒന്ന് സന്ദർശിച്ച ശേഷമാണ് പൊന്മുടിയിലേക്കൊക്കെ പോകുന്നത്. ഇപ്പോൾ ഏതായാലും പൊന്മുടി, മങ്കയം ഉൾപ്പെടെയുള്ള ടൂറിസ്റ്റ് സ്ഥലങ്ങളിലേക്ക് യാത്രാ നിരോധനം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഈ കാലാവസ്ഥ ഇങ്ങനെ നിൽക്കുന്നതുകൊണ്ട് തന്നെ മണ്ണിടിച്ചിലിലേക്ക് സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് മലയോര മേഖലകളിലാണ് തിരുവനന്തപുരത്തെ സംബന്ധിച്ചിടത്തോളം ആശങ്കയേറുന്നത്. പലയിടത്തും മണ്ണിടിഞ്ഞ് വീണും അതോടൊപ്പം തന്നെ റോഡ് തകർന്നുമുള്ള അപകടങ്ങൾ പതിവാവുകയാണ്. അതുകൊണ്ട് തന്നെ അതിജാഗ്രത ഏതായാലും തിരുവനന്തപുരത്തെ മലയോര മേഖലകളിൽ വേണമെന്നുള്ളതാണ് ജില്ലാ ഭരണകൂടവും വ്യക്തമാക്കുന്നത്. നലൈമുരുകനൊപ്പം AK സ്റ്റെഫിൻ, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.